സോ ഗായ്സ് നമ്മളിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദി പിച്ചക്കാരൻ്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ പിച്ചക്കാരൻ ഇപ്പോൾ റെഡിയാവും. പിച്ചക്കാരൻ്റെ കോസ്റ്റ്യൂം ഇവിടെ നമ്മൾ വീടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്താ പിച്ചക്കാരൻ്റെ പേര്? ദിവാകരൻ. എന്താടാ ഇതിന് ഡേർട്ടി ആക്കലാണ് നമ്മളെ ഇത് മണ്ണിലിട്ട് പെരക്കണം. ഇത് സിനിമയിലൊന്നും കണ്ടില്ല. EMI അടക്കണം. അണ്ടല്ലൂരി കോർ സമയം ആദ്യം വികലാംഗരോട് വന്നോട്ടെ. വാ വികലാംഗന്റെ ഒരു ഡെമോ. മേക്കപ്പ് ആർട്ടിസ്റ്റിന് വളരെ നോക്കണ്ടല്ലോ. ബാക്കിൽ വരെ ടാഗ് വെച്ചാൽ കൈത്തിലെടുക്കാതെ അതല്ലേ തിരിഞ്ഞ ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഞാൻ പിച്ചു അതിങ്ങനെ ഇറങ്ങിയാടാ. നോക്കില്ലേ ഇതിനെ നോക്കിയാ ടെസ്റ്റ് ചെയ്താൽ ഇത് കഴിഞ്ഞിട്ട് ചാലഞ്ച് നോക്കുമ്പോ തിളക്കുന്ന ഷഡ്ഡി. എനക്കൊന്ന് അതിനെ ശരിക്കും വിട്ടാല് പൈസ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്താലോ. ഒന്നറിയോ യൂട്യൂബിലേക്ക് വേണ്ടിട്ട് നീ ഒരു കടയിൽ പോയിട്ട് ഇരിക്കും. എനിക്ക് ഫുഡ് തരുമോ, ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് എന്ന് പറഞ്ഞിട്ട് അവര് തരുമോ ഇല്ലോ നോക്കിയാലോ. നന്മയുള്ള ആൾക്കാരുണ്ടോ കേട്ടോ. ഇവിടെ നമ്മളെ സുണ്ടു, ഇതാണ് നമ്മളെ യദുവിന്റെ നായ്ക്കുട്ടി. ഹായ് ഹായ് പറ. അങ്ങനെ ഫൈനലി പിച്ചക്കാരൻ്റെ ലുക്കായിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാ ഉള്ളതെന്ന് കാണിച്ചില്ല. ഫുൾ ലുക്ക് കാണിച്ചില്ല. ഇപ്പം എങ്ങനെയാ ഉള്ളത് ഇപ്പം ഒന്ന് കാണിച്ചേ. ഇങ്ങനെയുള്ള കുറേ കോമഡി നടന്ന് ആൾക്കാരെല്ലാം നെട്ടുന്ന എന്നെ ഇങ്ങനെ നോക്കുന്ന ഇതേതാ കളവേ അല്ല ഇതേതാ പിച്ചക്കാരെന്നെല്ലാം വിചാരിച്ചിട്ട്. ഞാനൊരു വീട്ടിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ഒരു അമ്മയും മക്കളും ഇങ്ങനെ വരുന്ന നോക്കുമ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ ഞാൻ എന്തോ പോയി. സോറി പറഞ്ഞില്ല. ഇങ്ങനെ കാണുമ്പോ ചിന്തിക്കുമല്ലോ. എങ്ങനെയുണ്ട്? ഒറിജിനാലിറ്റി ഉണ്ടോ? എങ്ങനെയാ? ഓ നല്ലുണ്ട്, നല്ല അടിപൊളി. ഓ ശരി, ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്. ആക്ഷൻ പറ, ആക്ഷൻ പറ, ആക്ഷൻ പറ, ആക്ഷൻ പറ, ആക്ഷൻ. ഗൗരി ബാക്കിലാണോ? പിടിച്ച് ഇല്ലേ അറിയോ? നീ അവനെ ചവിട്ടി പിടിച്ച് അത് കൊടുത്തോ. ഗൈസ് വീണെടുത്തായതാണ്. ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. കൈക്ക് വേറെ എവിടെയും കണ്ടു പറ്റിയൊന്നും അറിയില്ല. ഇവിടെ വേദന എടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാലും ഇതായിട്ടില്ല. രണ്ടാമത്തെ ടോപ്പ് രണ്ടാമത്തെ കണ്ണിലേക്ക് ഇരിക്കാൻ വന്നു. ഓക്കെ ആയിട്ടുണ്ട്. എക്സ്പീരിയൻസ് നമുക്ക് അതിനോട് തന്നെ ചോദിക്കാം. ഏതെല്ലാം ലോകം കണ്ട് അപ്പേ ഏതെല്ലാം ലോകം കണ്ട് പെരലോകം കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കരച്ചിലുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് കിടിലം പോലെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓ കണ്ണ് ശരിക്കും ഒറിജിനാലിറ്റി.
എന്താ പറയാ തുറക്കല്ല Guys, ഒന്നും പറയില്ല. നല്ല നീറ്റലുണ്ട്. കണ്ണിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം പോയി പോയിട്ട് കണ്ണാക്കിലെല്ലാം പോകുന്നുണ്ട്. നല്ല പുകച്ചിലുണ്ട് ഗൈസ്. പക്ഷെ ആക്ഷൻ. നേരത്തെ ഒറ്റിച്ച കണ്ണീര് ഒലിച്ചു പോയി. മഴയായോണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പാർട്ടുണ്ട് ഇവിടെ ഒറ്റിക്കുന്നത്. അതിന്റെ ഡെഡിക്കേഷൻ ഓസ്കാർ ആദ്യം ഓസ്കാർ ഇട്ടുള്ള നടനാണ്. ചാക്ക് കൊടുക്ക്. ആദി നടന്നു വരുന്നുണ്ട്. ക്യാമറാമാൻ ആക്ഷൻ. കരി അതിന് നിന്റെ കണ്ണിന് ഇങ്ങോട്ട് കണ്ണ് തുറക്കടാ. ഓക്കെ ഫൈൻ ഫൈൻ തുപ്പിക്കോ അതന്നെ ഒന്നുകൂടി സെറ്റാണ്. യു കണ്ടിന്യൂ. ഒന്നുകൂടി ആ നിലത്തുനിന്ന് വാരിച്ചൊന്നും ഒന്ന് കുടിക്കണേ. ആ നിലത്തുനിന്ന് വാരി കട്ടില്ല കണ്ടിന്യൂഷൻ വാ. സോ ഗൈസ് മണ്ണിന്റെ ചുയ മാറാൻ വേണ്ടി നമ്മള് ടാങ്ക് കുടി അതിന്റെ ചുയ മാറട്ടെ. നമ്മളെ ഷൂട്ട് അങ്ങനെ ആയിട്ടുണ്ട്. ആദി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. പിച്ചക്കാരനായിട്ട് ആദി നമ്മുടെ സ്വന്തം പിച്ചക്കാരനാണ്. കയ്യെല്ലാം പണിയായിട്ടുണ്ട്. അവിടെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ കൈ നല്ല വേദനയുണ്ട്. എല്ലാവരും സൈഡാണ്. അഭിക്കുട്ടം പൊളിച്ചിനി എല്ലാവരും പിടിതം പോലെ അഭിനയിച്ചിനി. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഫുള്ളായിട്ട് സഹകരിച്ച നമ്മളോട് ഇത്രയും നേരം സഹകരിച്ച ഏട്ടന്മാർക്ക്, അതേപോലെ നമ്മളെ സുറുമീസ് തട്ടുകട, നിങ്ങൾ ഏതെങ്കിലും ദിവസം അണ്ടല്ലൂർ ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യുക ഇവിടുത്തെ സ്പോട്ട് കാര്യങ്ങൾ, ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ്. ബിരിയാണി ആണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. പിന്നെ പക്വാട ഉണ്ട് ഗൈസ്. പക്വാട ബേക്ക മണ്ടല്ലൂർ എസ്റ്റേറ്റ് റോഡിലേക്ക് വരുന്ന വഴിയിലാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ കയറിയിട്ട് ബിരിയാണി കഴിച്ചിട്ടെല്ലാം പോയിക്കോളി. കിടിലം ബിരിയാണി 110 രൂപയുള്ളൂ ഗൈസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിടിലം ബിരിയാണി. കോളേജ് പിള്ളേർക്കെല്ലാം ലാഭമാണ്. ഒരു ഹായ് പറഞ്ഞേ. ബിരിയാണി